പാലാ അൽഫോൻസ കോളേജിൽ 1ാം വർഷ ഓണേഴ്സ് ബിരുദ വിദ്യാർത്ഥികൾക്കായുള്ള ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓറിയന്റേഷൻ പരിപാടി ദീക്ഷാരംഭ് 2026 തുടക്കമായി. സാമൂഹ്യ പ്രവർത്തക നിഷ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. അർബുദത്തെ അതിജീവിച്ച വ്യക്തി എന്ന നിലയിൽ സ്വന്തം ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച നിഷ ജോസ് കെ മാണി സ്ത്രീകൾ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും കൃത്യമായ ആരോഗ്യ പരിശോധനകളിലൂടെ രോഗപ്രതിരോധത്തിനും ആരോഗ്യകരമായ ജീവിതശൈലിക്കും മുൻഗണന നൽകണമെന്നും വിദ്യാർത്ഥിനികളെ ഓർമ്മിപ്പിച്ചു. എഡ്യൂക്കേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ് നോട്ട് ജസ്റ്റ് നമ്മൾ കുറേ പുസ്തകങ്ങൾ വായിച്ച് പരീക്ഷ എഴുതുക മാത്രമല്ല, ഈ ക്യാമ്പസിൽ 4 വർഷം നിങ്ങൾ നിൽക്കുമ്പം ഹൗ ആർ യു ഗോയിങ് ടു എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. ബുക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ അതിലൊക്കെ വരുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഹൗ ആർ യു ഗോയിങ് ടു എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്, ബിക്കോസ് എഡ്യൂക്കേഷനാണ് നിങ്ങളെ മാറ്റിയെടുക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൽ തുടങ്ങുന്നു. Can I have the next slide, please? ഇതിൻ്റെ അകത്ത് കേരളത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 9 ലക്ഷത്തിലധികം സ്ത്രീകൾ തന്നെ നടത്തുന്ന സ്ഥാപനങ്ങളാണ്. ഞാൻ സ്ത്രീകൾ തന്നെ നടത്തുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ എന്താണ് പോകുന്നത്? ഒരു വുമൺ ഓൺട്രപ്രനർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകുന്നത് ആരാണ്? ഒന്ന് ഉറക്കി ഒന്ന് പോവാമോ? ഒരാൾ എണീറ്റ് നിന്നൊന്ന് ഇവിടെ ഒന്ന് പറയാമോ? ബീന കാനൻ, യെസ്, ദ ഹൗസ് ഓഫ് ഫാഷൻ ആൻഡ് ദ ഫാഷൻ വിസ്ത. ഓക്കെ, പിന്നെ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു അധ്യക്ഷയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നയിച്ച സംസ്ഥാനതല FIUGP 2026 പ്രവേശന പരിപാടിയുടെ തത്സമയ സംപ്രേഷണവും നടന്നു. കോളേജ് വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള, മഞ്ജു ജോസ്, ബർസാർ റവറൻഡ് ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ, ഫാദർ ജോബിൻ വടക്കേത്തകടിയൽ, ജെസ്സിമോൾ സിറിയക് എന്നിവർ പ്രസംഗിച്ചു. ആഷ്ലി തോമസ് സ്വാഗതവും അൽജ മരിയ ജെയിംസ് കൃതജ്ഞതയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥിനികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.